മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മകളാവാൻ തുടങ്ങുന്നു. വിജയം മാത്രമല്ല പ്രധാനം, പരാജയം അവസാനവുമല്ല. പോരാട്ടം തുടരാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം. മറ്റുള്ളവർ എന്തു പറയും എന്നു കരുതി നിങ്ങൾ ജീവിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത്. കാരണം ജീവിതം ഒന്നേയുള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയണം. മറ്റുള്ളവർക്കു വേണ്ടി ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ചില മനുഷ്യരുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്താലും കുറ്റപ്പെടുത്തലുകളായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സ്നേഹിച്ചവർക്ക് വേണ്ടി തോറ്റുകൊടുക്കുന്നവരാണ്. അങ്ങനെ തോറ്റുപോയവരിൽ പലരും വീണ്ടും വീണ്ടും തോറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്നു. അകലം ഒരിക്കലും സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നില്ല. സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നത് വിശ്വാസക്കുറവും സംശയവുമാണ്. ഭക്തരെ, ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും മാർഗം തെളിയും. നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ധൈര്യമുണ്ടായാൽ മാത്രം മതി. 1000 ആളുകൾ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്ന മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കും. വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ ആർക്കും സാധിക്കും. എന്നാൽ പ്രവൃത്തി കൊണ്ട് അത് പൂർത്തീകരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്നു വരില്ല. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ പലപ്പോഴും നിങ്ങൾ അടഞ്ഞ വാതിലിനു മുന്നിൽ മാത്രം നിൽക്കുമ്പോൾ നിങ്ങൾക്കായി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു. ഭക്തരെ, ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും സ്വാഭാവികം മാത്രം. എന്നാൽ അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കുക. അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് അർഹനാകുന്നു. അറിവ് ഒരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു. ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.